നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹത്തോടുകൂടെ ഒരു കാര്യം ചെയ്യുന്നു. ഒരുപാട് സമയം അതിനുവേണ്ടി നിങ്ങൾ ചിലവാക്കുന്നു. യഥാർത്ഥത്തിൽ ആ കാര്യം ചെയ്തെടുക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. ബട്ട് നിങ്ങൾക്ക് ഉദ്ദേശിച്ച പോലൊരു മുന്നേറ്റം ഉണ്ടാവുന്നില്ല. വൈ? എന്തുകൊണ്ടായിരിക്കും? നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടായിരിക്കും ഒരു കാര്യം ചെയ്യുന്നത്. പക്ഷേ ആ പ്രയത്നത്തിൻ്റെ ഇടയിൽ നമ്മൾ കാണുന്ന ചില മറ്റ് കാര്യങ്ങൾ നമ്മളെ വല്ലാതെ മോഹിപ്പിക്കും. പണ്ടൊരു രാജാവ് വളരെ ഭംഗിയായിട്ട് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രജകളുടെ ക്ഷേമം അറിയാൻ വേണ്ടി ഈ രാജാവ് എല്ലാ ദിവസവും രാജ്യത്തൂടെ ഇങ്ങനെ സഞ്ചരിക്കും. അങ്ങനെ ഒരു ദിവസം സഞ്ചരിക്കുന്നതിനിടയിൽ അദ്ദേഹം അതീവ സുന്ദരിയായൊരു യുവതിയെ കണ്ടുമുട്ടി. അവളോട് രാജാവിന് വല്ലാത്തൊരു അനുരാഗം തോന്നി. അവളെ വിവാഹം കഴിച്ചു. അവളോടൊപ്പം അദ്ദേഹം ഒരുപാട് സമയം ചിലവഴിക്കാൻ തുടങ്ങി. അവളോടൊപ്പം സമയം ചിലവിടുമ്പോൾ ഈ രാജാവിന് തന്നെ മനസ്സിലാവുന്നില്ല താൻ എത്രമാത്രം സമയം അവളോടൊപ്പം ചിലവിടുന്നു. അങ്ങനെ രാജാവിൻ്റെ ശ്രദ്ധ ഭരണകാര്യങ്ങളിൽ നിന്നെല്ലാം വ്യതിചലിക്കാൻ തുടങ്ങി. രാജ്യം ദുർബലമായി. ഇത് രാജാവിൻ്റെ ശത്രുക്കൾക്ക് നല്ലൊരു അവസരമായിരുന്നു. അവർ രാജ്യം ആക്രമിച്ച് കീഴ്പ്പെടുത്തി. പുതിയ മോഹങ്ങൾ മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പുതിയ മോഹങ്ങളില്ലെങ്കിൽ ജീവിതം ഭയങ്കര വിരസമായിരിക്കും. പക്ഷേ പുതിയ മോഹങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രയത്നങ്ങളെ തടസ്സപ്പെടുത്തിയാൽ നമുക്ക് ജീവിതത്തിലൊന്നും വിജയത്തിലെത്തിക്കാൻ കഴിയില്ല.